അങ്ങനെ ഇപ്പോൾ തൻ്റെ കയ്യിൽ കയറി പിടിച്ച ഫെൻട്രീസ് എന്ന ചെന്നായയോട് ഓടിൻ്റെ മകൻ്റെ കയ്യിൽ കയറി പിടിക്കുവാൻ മാത്രം ധൈര്യമുണ്ടോ നിനക്കെന്ന് തോർ ദേഷ്യത്തോടെ ചോദിച്ചതും പെട്ടെന്ന് ആ ബാറിൻ്റെ ഉടമസ്ഥന് അവിടെ വന്ന് ഇവിടെ കടന്ന് അടിയുണ്ടാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് തോറിൻ്റെയും ഫെൻട്രീസിൻ്റെ വഴക്ക് അവസാനിപ്പിച്ച് വിടുകയാണ്. അങ്ങനെ ഇപ്പോൾ വഴക്ക് നിർത്തി മര്യാദയ്ക്ക് തൻ്റെ മദ്യം കുടിക്കുവാനായി ഫെൻട്രീസ് പോയതും പെട്ടെന്ന് നമ്മുടെ ലോക്കിയാണെങ്കിൽ തൻ്റെ മാജിക് ഉപയോഗിച്ച് ഒരു കാര്യവുമില്ലാതെ ഫെൻട്രീസിൻ്റെ കയ്യിലെ ഗ്ലാസ്സിലെ മദ്യം സ്വയം ഫെൻട്രീസിൻ്റെ മോന്തയിലേക്ക് ഒഴിക്കുകയാണ്. അതുകൊണ്ട് ലോക്കി പൊട്ടിച്ചിരിച്ചതും അപ്പോൾ തന്നെ അത് ലോക്കിയുടെ പണിയാണെന്ന് മനസ്സിലായ ഫെൻട്രീസ് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് ലോക്കിയെ നമ്മുടെ തോറിനെ അടിച്ചു തെറിപ്പിക്കുകയാണ്. ആ ഒരു ചെറിയ അടിപിടി പിന്നീട് വലിയൊരു അടിപിടിയായി അവിടെ മാറുകയാണ്. ആ ബാറിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ ബഹളത്തിനിടയിൽ ഫെൻട്രീസിനെ നമ്മുടെ തോർ തോൽപ്പിച്ചുവെങ്കിലും ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ തോർ തൻ്റെ കൂട്ടുകാരുമായി ആ ബാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. തൻ്റെയും ബാക്കിയുള്ളവരുടെയും പുറകെ ആരും വരാതിരിക്കുവാനായി തൻ്റെ മാജിക് പവർ ഉപയോഗിച്ച് ആ ബാറിൻ്റെ വാതിലിൻ്റെ മുന്നിൽ ഒരു വലിയ തീയുണ്ടാക്കുകയാണ് നമ്മുടെ ലോക്കി. അങ്ങനെ അധികം വൈകാതെ തോറും ബാക്കിയുള്ളവരും തൻ്റെ തണ്ടർ റണ്ണർ എന്ന ബോട്ടിൽ കയറി അവിടെ നിന്ന് പോവുകയാണിപ്പോൾ.